പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കാം. സുഭാഷിതം പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 17-18 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്നുന്ന അപ്പം രുചികരവുമാണ്. എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാളഗർത്തത്തിലേക്കാണെന്നും അവനുണ്ടോ അറിയുന്നു. എത്രയോ മഹത്തായ വചനമാണ്. സുഭാഷിതം പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 17-18 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മോഷ്ടിച്ച ജലം മധുരമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ, ഈ വേനൽ കാലഘട്ടങ്ങളിൽ വെള്ളം പോലും മറ്റുള്ളവർക്ക് കൊടുക്കാതെ കൊണ്ട് മറ്റുള്ളവരുടെ വെള്ളം മറ്റുള്ളവരുടെ ഭവനങ്ങളിലേക്ക് വരുന്ന പൈപ്പിലുള്ളതാകാം, അല്ലെങ്കിൽ ഓസ് വഴി വരുന്നതാകാം, അത്തരത്തിലുള്ള വെള്ളമൊക്കെ മോഷ്ടിച്ച് പറമ്പ് നനയ്ക്കുന്ന, അതുപോലെ തന്നെ കൃഷിയിടം നനയ്ക്കുന്ന അനേകം വ്യക്തികളുണ്ട്. വെള്ളം പിടിച്ചിട്ടിട്ട് പോയാൽ പോലും തിരിച്ചു വരുമ്പോഴേക്കും അത് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന വ്യക്തികളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇവിടെ ജലത്തെക്കുറിച്ചാണ് പറയുന്നത്. മോഷ്ടിച്ച ജലം മധുരമാണ്. എന്നാൽ ഈ മധുരിക്കുന്നതിനപ്പുറത്ത് ഒരു മരണം പതിയിരിപ്പുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ രഹസ്യത്തിൽ തിന്നുന്ന അപ്പം മറ്റുള്ളവരുടെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണ് രഹസ്യത്തിൽ കഴിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവർ കാണരുത്. അപ്പോൾ രഹസ്യത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി തിന്നുന്ന അപ്പമാകാം, ഈ അപ്പത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്താകാം, മറ്റുള്ളവരുടെ അവകാശങ്ങളാകാം ഒരുപക്ഷെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് രഹസ്യത്തിൽ തിന്നുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് ആദ്യം രുചികരമാണ്. തിന്നുമ്പോൾ നല്ല രസമാണ്. കമ്പനി കൂടി ചില സ്ഥലങ്ങളിലൊക്കെ, ചെത്തുകാരുള്ള സ്ഥലങ്ങളിൽ, ചെത്ത് സ്ഥലങ്ങളിൽ കമ്പനി കൂടി കള്ള് മോഷ്ടിക്കുന്ന പരിപാടിയുണ്ട്. അത് പിന്നെ അവർ പതിയിരിക്കുവാനും അതുപോലെ ബ്ലേഡ് വെക്കുവാനും കണ്ടുപിടിക്കുവാനൊക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയാണ്. എങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കള്ള് മോഷണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. കള്ള് മാത്രമല്ല, അനേകം സാധനങ്ങൾ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം CC ക്യാമറകൾ വെച്ചേക്കുന്നതിൻ്റെ പേരിൽ പലരുടെയും പലതരത്തിലുള്ള മോഷണങ്ങളും പലർക്കും നേരിട്ട് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമല്ല, സ്വർണ്ണക്കടകളിലുമെല്ലാം CC ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതൊക്കെ പലപ്പോഴും വീഡിയോകളിലൂടെയൊക്കെ വാട്സപ്പിനകത്തൂടെയെല്ലാം കാണുവാൻ പ്രിയ സഹോദരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിട്ടുണ്ട്. ഒരുപക്ഷെ അന്നേരം പിടിക്കപ്പെട്ടില്ലാതെങ്കിൽ അവർക്ക് നല്ല മധുരമാണ്. എന്നാൽ പിടിച്ചു കഴിയുമ്പോൾ അത് കയ്പായിട്ട് മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് ഈ കയ്പ് വരുന്നതിന് വല്ല ആദ്യം മധുരമായിരിക്കും. മോഷ്ടിച്ച ജലവും രഹസ്യത്തിൽ തിന്നുന്ന അപ്പവും വളരെ രുചികരമാണ്. എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. മറ്റൊരുത്തൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കി മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് മറുവശത്ത് മരണം എന്ന് പറയുമ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ട അവസ്ഥയാണ് മരണം. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ മാറ്റപ്പെട്ട അവസ്ഥ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സാധനം മോഷ്ടിച്ചെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്നും യഥാർത്ഥത്തിൽ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയാണ് പാപകരമായ അവസ്ഥ. ദൈവകൽപ്പന ലംഘിക്കുന്ന വ്യക്തികളിൽ നിന്നും ആത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. അതിനെയാണ് പാപകരമായ അവസ്ഥയെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത്.
പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? അതുപോലെ തന്നെ ഇത് കഴിക്കുന്നവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പാതാള ഗർത്തങ്ങളിലേക്കാണ് അവൻ ചെന്ന് വീഴുന്നത്. ഈ രഹസ്യത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഇത് ഉപയോഗിക്കുമ്പോൾ അവൻ പാതാള ഗർത്തത്തിലേക്ക്, പാതാളത്തിൻ്റെ അടിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നോ, സാമൂഹ്യമായ പശ്ചാത്തലത്തിലോ, കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ നിന്നോ, കൂട്ടായ്മകളിൽ നിന്നോ, സ്ഥാപനങ്ങളിൽ നിന്നോ, ദേവാലയങ്ങളിൽ നിന്നോ, ദേവാലയ പരിസരങ്ങളിൽ നിന്നോ, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റുള്ളവരുടെ അവകാശം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ മോഷ്ടിച്ചെടുത്ത സാധനങ്ങൾ തിരികെ കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹം നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, രഹസ്യത്തിൽ തിന്നുന്ന അപ്പം, മറ്റുള്ളവരുടെ മോഷ്ടിച്ചെടുത്ത ജലം ആദ്യം മധുരിക്കുമെങ്കിലും അവസാനം അത് കയ്പുള്ളതായി മാറുമെന്നും അതിൽ മരണം പതിയിരിക്കുന്നുവെന്നും അരുളി ചെയ്ത കർത്താവേ, ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സകല അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിച്ചു തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.